ഈ രോഗികളൊക്കെ കാണുമ്പോൾ വർഷങ്ങളായി കിടപ്പിലായ രോഗികൾ ഇന്ന് വളരെ ഉത്സാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നത്. ഒരു ദിവസമെങ്കിലും അവർക്ക് ഒരു മാനസിക ഉല്ലാസം കിട്ടട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കിടപ്പിലായ രോഗികൾക്ക് സ്നേഹവിരുന്നൊരുക്കി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത്. പുത്തനങ്ങാടിയിൽ നടന്ന സംഗമത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മഞ്ഞളാംകുഴി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്ത് കിടപ്പ് രോഗികൾക്ക് ആശ്വാസം പകരുന്നത് വേറിട്ട കാഴ്ചയായി മാറി. വീടുകളിൽ ശരീരം തളർന്ന് ദീർഘകാലമായി പുറം ലോകം കാണാതെ കഴിഞ്ഞുകൂടുന്ന രോഗികൾക്കും അവരെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്കുമായാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സ്നേഹവിരുന്നൊരുക്കിയത്. അവർക്കായി അംഗനവാടിയിലെ കുരുന്നുകളും സ്കൂൾ വിദ്യാർത്ഥികളും ഒരുക്കിയ വിവിധങ്ങളായ കലാപരിപാടികളും വേറിട്ടതായി മാറി. പുത്തനങ്ങാടിയിൽ നടന്ന സംഗമത്തിന്റെ ഭാഗമായി മഞ്ഞളാംകുഴി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്ത് കിടപ്പ് രോഗികൾക്ക് ആശ്വാസം പകരുന്നത് ശ്രദ്ധേയമായി. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് സ്നേഹവിരുന്ന് 2025 എന്ന പേരിൽ ഈ പഞ്ചായത്തിലുള്ള കിടപ്പിലായ രോഗികളെ മുഴുവൻ വിളിച്ചുകൂട്ടിക്കൊണ്ട് ഒരു ദിവസം അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റുന്ന രീതിയിൽ ചില കലാപരിപാടികൾ അവരുടെ കുട്ടികളെയും അവരുടെ പേരക്കുട്ടികളെയൊക്കെ കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ രോഗികളൊക്കെ കാണുമ്പോൾ വർഷങ്ങളായി കിടപ്പിലായ രോഗികൾ ഇന്ന് വളരെ ഉത്സാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നത്, ഇത് കാണുന്നതും വീക്ഷിക്കുന്നതും. ഇതേ രീതിയിലുള്ള ഒരു പരിപാടിയുമായി മുന്നോട്ട് വന്ന അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ ഹാർദമായിട്ട് അഭിനന്ദിക്കുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട്. പുറത്തെവിടെയും പോകാനാവാതെ ദീർഘനാളായി 4 ചുമരുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടിയിരുന്ന രോഗികൾക്ക് പുറം ലോകം കാണുവാനും പഴയ സൗഹൃദങ്ങൾ പങ്കുവെക്കുവാനും മാനസികമായ ഉല്ലാസം ലഭ്യമാക്കാനും വേണ്ടിയാണ് പഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ കീഴില് കിടപ്പിലായ രോഗികളെ പരിരക്ഷ കുടുംബ സംഗമം സ്നേഹവിരുന്നാണ് ഇന്നിവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞങ്ങള് രോഗികള് 220ഓളം രോഗികൾ ഉണ്ടെങ്കിലും അതില് ഇങ്ങോട്ട് വരാൻ കഴിയുന്ന എല്ലാവരെയും വെച്ചിട്ട് നമ്മൾ ഓരോ സന്തോഷം, ഓരോ ആഘോഷം, അവർക്ക് ആഘോഷങ്ങളില്ല ഒന്നുമില്ലാത്ത ഈ സമയത്ത് പോലെ അവരെ ഈ ഒരു ഹാളിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി കലാപരിപാടികളും മറ്റും വെച്ച് അവരെ സന്തോഷിപ്പിക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവർക്ക് അതിനോട് കൂടി അവർക്കുള്ള ഒരു ഗിഫ്റ്റും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു ദിവസമെങ്കിലും അവർക്ക് ഒരു മാനസിക ഉല്ലാസം കിട്ടട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഒട്ടനവധി ജനക്ഷേമപരമായ പദ്ധതികളിൽ ഏറ്റവും മാതൃകാപരവും ജീവകാരുണ്യപരവും വളരെയധികം ജനങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് പരിരക്ഷ രോഗി കുടുംബ സംഗമം അഥവാ സ്നേഹവിരുന്ന്. എത്രയോ മാസങ്ങളും വർഷങ്ങളുമായി ശരീരം തളർന്ന് വീടുകളിൽ 4 ചുമരുകൾക്കുള്ളിൽ കിടപ്പിലായി ലോകം തന്നെ ഒരു മുറിക്കകത്ത് കുടുസാക്കപ്പെട്ട ധാരാളം ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അവരെ പരിചരിക്കുന്നതിന് വേണ്ടി വീട്ടിലുള്ളവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ ആ വീടുകളിൽ തളച്ചിടപ്പെട്ടവരാണ്. അവർക്ക് കല്യാണങ്ങളെന്നോ സൽക്കാരങ്ങളെന്നോ മരണങ്ങളെന്നോ തുടങ്ങി എവിടേക്കും ഒന്നിനും പോകാൻ പറ്റാത്ത നിസ്സഹായമായ അവസ്ഥയിലാണ്. അവർക്കൊന്ന് പുറം ലോകം കാണാൻ, അവർക്കൊന്ന് ഒരുമിച്ച് കൂടാൻ, അവർക്കൊന്ന് സന്തോഷം പങ്കിടാൻ, അവർക്ക് മാനസികമായൊരു ഉല്ലാസം ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണകാലാവധി അവസാനിക്കുന്ന ഈ സമയത്ത് നല്ല പുണ്യകരമായ ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ള രീതിയിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ സ്നേഹവിരുന്ന് രോഗികൾക്കും വലിയ ആശ്വാസമായി മാറി. ജില്ലാ
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, മെമ്പർ ദിലീപ് തുടങ്ങിയവർ രോഗി കുടുംബ സംഗമം സന്ദർശിച്ചു. രോഗികൾക്ക് സംഘാടക സമിതി ഒരുക്കിയ ഗിഫ്റ്റ് കിറ്റുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സയ്യിദ് ടീച്ചർ, വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വാക്കാട്ടിൽ സുനിൽ ബാബു, ഫൗസിയ തവളയങ്ങൽ, താണിയൻ സലീന, മെമ്പർമാർ, സംഘാടക സമിതി ഭാരവാഹികളായ ഉമർ അറക്കൽ, ഷബീർ മാഞ്ഞമ്പ്ര, PP സേതലവി, കളത്തിൽ ഹാരിസ്, പാലിയേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾ, വോളണ്ടിയർമാർ, ആശാവർക്കർമാർ, അംഗൻവാടി ടീച്ചർമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചാനൽ ടൺ, പെരിന്തൽമണ്ണ. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.